ഇന്ന് ബഡ്ജറ്റിനിടെയാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റാണിത്. അടുത്ത ബഡ്ജറ്റ് വരുമ്പോഴേക്കും തെരഞ്ഞെടുപ്പായിരിക്കും, അതുകൊണ്ട് സമ്പൂർണ്ണ ബജറ്റ് ഉണ്ടാവില്ല. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് ഇന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കും. 9 മണിക്കാണ് ബജറ്റ് അവതരണം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പുള്ള സമ്പൂർണ്ണ ബജറ്റ് ജനപ്രിയമായി മാറാനാണ് സാധ്യത. LDF പ്രകടന പത്രികയിലെ വാഗ്ദാനമായ സാമൂഹ്യക്ഷേമ പെൻഷൻ വർധനവ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചേക്കും. 1600 നിലവിൽ, 1750 വരെ പ്രതീക്ഷിക്കാം. സർക്കാർ ജീവനക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. അവരുടെ DA ഒക്കെ അരിയറുണ്ട് എങ്കിൽ പോലും 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിക്കാനുമുള്ള സാധ്യതയുണ്ട്. TV പ്രസാദും റോഷിപാലും നമുക്കൊപ്പം ചേരുന്നു. നിയമസഭയ്ക്ക് മുന്നിലാണ് ഇരുവരുമുള്ളത്. TV പ്രസാദ്, റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. പ്രതീക്ഷയുടെ മറ്റൊരു ദിനം കൂടിയാണ്. പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാരിൻ്റെ രണ്ടാമത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റാണ്. എന്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു? വാരിക്കോരി കൊടുക്കുമോ? കൊടുക്കാൻ എവിടെയെന്ന് ചോദ്യവും ഉണ്ട് അല്ലേ? TV പ്രസാദ്, റോഷിപാൽ, ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും. ഉറപ്പായും എന്തായാലും ഇനിയിപ്പോൾ ഒരു മണിക്കൂറും 50 മിനിറ്റേ ഉള്ളൂ കഷ്ടിച്ച് അരുൺ. കൃത്യം 9 മണിക്ക് തന്നെ പ്രസംഗം തുടങ്ങും. KN ബാലഗോപാൽ അതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി, എല്ലാം അവസാനം റെഡിയാക്കി തയ്യാറായിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഒരു 8:20 മന്ത്രി വീട്ടിൽ നിന്ന് പുറപ്പെടും. 8:45 അതിന് മുന്നോടി കൂടി തന്നെ മന്ത്രി ഇവിടെ നിയമസഭയിൽ എത്തുകയും ചെയ്യും. അരുൺ പറഞ്ഞതുപോലെ ജനപ്രിയമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിന് മുമ്പുള്ള സമ്പൂർണ്ണ ബജറ്റാണ്. അടുത്തത് വോട്ട് ഓൺ അക്കൗണ്ട് ആയിരിക്കും. ഇനി ഒരു ബജറ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രതിസന്ധിയൊന്നും പറഞ്ഞു നിന്നിട്ട് ഒരു കാര്യമില്ല. ക്ഷേമ പെൻഷൻ കൂട്ടാതെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 100 രൂപ മുതൽ 200 രൂപ വരെ കൂട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ വയനാടിന് പാക്കേജ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. വിഴിഞ്ഞം പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നികുതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കിഫ്ബിയിൽ എന്താണ് ഉണ്ടാകുമോ എന്നറിയില്ല. അരുൺ പറഞ്ഞതുപോലെ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യും എന്നുള്ള കാര്യത്തിലും ആണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഓക്കെ റോഷി, ഇന്നിപ്പോൾ ക്ഷേമ പെൻഷൻ വർധനവാണ് പ്രധാനമായിട്ടും ഹൈലൈറ്റ് ആവാൻ സാധ്യതയുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. 150 രൂപയെങ്കിലും വർദ്ധിപ്പിച്ചേക്കാം അല്ലേ? 200 രൂപ വരെ പരമാവധി. 1750 രൂപ വരെ ഇന്ന് ധനമന്ത്രിയുടെ അടുത്ത് ശുപാർശ പോയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. എല്ലാ കുടിശ്ശികയും കൊടുത്തു തീർത്ത് 1750 രൂപ വോട്ടർമാർക്ക് കിട്ടിയാൽ അത് അത്ര ഒരു നല്ല നീക്കമായിരിക്കും അല്ലേ റോഷി? ഡോക്ടർ അരുൺകുമാർ, ഒന്ന് LDFന്റെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത്. അത് 1750 എത്തിക്കണം. ഇനി സമ്പൂർണ്ണ ബജറ്റ് അവസാനത്തെ ബജറ്റ് കൂടിയാണ്. അതുകൊണ്ട് ധനമന്ത്രിക്ക് മുന്നിൽ വന്നിരിക്കുന്ന ആ ഒരു നിർദ്ദേശം 1750 വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം അത് പൂർണ്ണമായി അംഗീകരിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇപ്പോഴില്ല. എന്നാൽ പോലും ഒരു നേരിയ വർധനവെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ 100 രൂപ മുതൽ വർധന വരാനുള്ള സാധ്യതയാണ്. 100 രൂപ വരെ ആയിരിക്കാം സാധ്യത. ഏതായാലും അതിനപ്പുറത്തേക്ക് കുടിശ്ശികയാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ ഏതാണ്ട് 3 മാസത്തോളം ഇപ്പോഴും കുടിശ്ശികയായി കിടക്കുന്നുണ്ട്. ആ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ പണം മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ട്. അത് പ്രഖ്യാപനമായി വരാനാണ് സാധ്യത. മറ്റൊന്ന് സർക്കാർ ഉദ്യോഗസ്ഥരുടെ വേതനം ഉൾപ്പെടെയാണ്. അത് അവരുടെ ക്ഷാമബത്ത അടക്കം കുടിശ്ശികയായി കിടക്കുന്നുണ്ട്. അതിൽ വലിയ എതിർപ്പുമുണ്ട്. ശമ്പള പരിഷ്കരണ കമ്മീഷൻ വെക്കണമെന്ന ആവശ്യമുയർത്തിക്കൊണ്ട് അവർ സമരത്തിലായിരുന്നു. ആ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ പ്രഖ്യാപനം ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള സമൂഹത്തെയും അഡ്രസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ബജറ്റാകാനാണ് സാധ്യത. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റിലാണ്, വെളിപ്പാടകലെയാണ്. അതിന് തൊട്ടു പിന്നാലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ബജറ്റ് എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് പക്ഷേ ഇതിനപ്പുറത്തേക്ക് നമ്മൾ ഏറ്റവും പ്രധാന വെല്ലുവിളി വരുമാനമാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വരുമാന മാർഗം വളരെ കുറവാണ്. നികുതിയിലൂടെയുള്ള വരുമാനം സാധ്യത കുറവാണ്. നികുതി പരിഷ്കരണം അതൊരു വെല്ലുവിളിയായി മാറും. അതുകൊണ്ട് സേവന മേഖലയിലുള്ള അതുവഴി കൂടുതൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത. മറ്റൊന്ന് വ്യവസായ മേഖലയാണ്. നേരത്തെ ധനമന്ത്രി റിപ്പോർട്ടർ ടിവിയോട് തന്നെ പറഞ്ഞത് വ്യവസായ മേഖലയിൽ നിന്ന് വരുമാനം വർദ്ധിച്ചു തുടങ്ങി. അതുകൊണ്ട് കൂടുതൽ നിക്ഷേപകരെ എത്തിക്കാനുള്ള ഒരു ശ്രമം, അതിനുവേണ്ടി ഈ വ്യവസായ മേഖലയ്ക്ക് ഇളവുകൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇനി ഏതാണ്ട് 2 മണിക്കൂറിൽ താഴെ മാത്രമാണ് ബജറ്റ് അവതരിപ്പിക്കാനുള്ള സമയം. നമുക്ക് ആ ബജറ്റ് അവതരണത്തിനായി കാത്തിരിക്കാം. TV പ്രസാദ്, എങ്ങനെയാണ് നമ്മളിന്നിപ്പോ സാധാരണ ഒരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ, ധനമന്ത്രിയുടെ വീട്ടിൽ പോവുക, ബ്രേക്ക്ഫാസ്റ്റ്, ഇഡ്ഡലി, സാമ്പാർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പകർത്തുക, അതിനുശേഷം ബജറ്റ് പ്രതീക്ഷ പങ്കുവയ്ക്കുക, 1-2 വാചകത്തിൽ ധനമന്ത്രി കാര്യങ്ങളൊക്കെ ഒന്ന് മാധ്യമപ്രവർത്തകരോട് ബ്രീഫ് ചെയ്യുക, അതിനുശേഷം നമ്മൾ ഒരുമിച്ച് നിയമസഭയിലേക്ക് വരുന്നു. ആ കാഴ്ചകൾ ഇന്നും ഉണ്ടാവുമല്ലോ TV പ്രസാദ്?
പെട്ടി മറന്ന പോലെ അരുൺ സാർ, പെട്ടി കളിക്കും. രാവിലെ രാവിലെ ഇപ്പോൾ നമ്മുടെ ആദിൽ അവിടെ എത്തിക്കഴിഞ്ഞു. ഒരു കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ റഹീസും അവിടെ എത്തും. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഭാഗ്യം അവർക്ക് രണ്ടുപേർക്കും ആണ്. കിട്ടുമോ എന്നുള്ള കാര്യം അറിയില്ല, എത്രത്തോളം തിരക്കുണ്ടാവും എന്നുള്ള കാര്യം. എന്തായാലും അവരോട് പറഞ്ഞതുപോലെ അവിടെ മന്ത്രിയുടെ ചെറിയൊരു ബ്രീഫിങ് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് അത് നമ്മുടെ KN ബാലഗോപാൽ തന്നെയാണ്. ഇന്നത്തെ ദിവസം അവരൊരു സ്റ്റാറാണ്. നിയമസഭയിൽ വലിയ പ്രാധാന്യത്തോടെ അവരെ സ്വീകരിക്കുന്നു. അവർ ആ പെട്ടിയുമായി വരുന്നു, അത് അവതരിപ്പിക്കുന്നു. എന്തായാലും അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തയ്യാറാണെന്നാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ 3 ദിവസം മുമ്പാണ് ധനമന്ത്രിയെ കണ്ടത്, ഞാനും റോഷിയും ആദിലും. ആ സമയത്തൊക്കെ രാവിലെ വരുന്നതേ ഉള്ളൂ, എവിടെയോ അജ്ഞാത കേന്ദ്രത്തിൽ പോയിരുന്ന് ഇതൊക്കെ തയ്യാറാക്കുകയാണ്. എന്തായാലും ഇത്രയും വലിയ ബജറ്റ് തയ്യാറാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ധനമന്ത്രിയുടെ ഓഫീസിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായി അതിനുവേണ്ടി മെനക്കെടുകയാണ്. ഇതൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. നമ്മൾ രാവിലെ 9 മണിക്ക് വന്ന് ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രിയെ മാത്രമാണ് നമ്മൾ കാണുന്നത്. എന്തായാലും അതിൻ്റെ പിറകിലുള്ള അധ്വാനം, അതിൻ്റെ ആകെയുള്ള റിസൾട്ട് മാത്രമല്ല, ഈ ബജറ്റ് എന്നുള്ളത് അതൊരു സർക്കാരിൻ്റെ മുഖമുദ്രയായി പറയുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ അത് പാളിപ്പോയി കഴിഞ്ഞാൽ അതാകെ തകരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരും. അതുകൊണ്ട് ഓരോ കാര്യവും വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒന്നാണ് ബജറ്റ്. അതിൽ മതിയായ ഇളവുകളും പ്രഖ്യാപനങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ജനങ്ങൾ നിരാശരാവും. തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും എന്ന ഒരു പ്രതീക്ഷയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി നമ്മളോടും പങ്കുവച്ചതരും. ഓക്കെ, താങ്ക് യു TV പ്രസാദ് ആൻഡ് റോഷിപാൽ. നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. പെട്ടിയുമായി നമ്മുടെ ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ടു മുമ്പുള്ള ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റുമാണ്.